ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസഫലമാണ്. 1201 ആണ്ട് മകരമാസം 18 തീയതി ഞായറാഴ്ച പൂയ നക്ഷത്രത്തിൽ ഫെബ്രുവരി മാസം ആരംഭിക്കുന്നു. മാസ ആരംഭത്തിലുള്ള ഗ്രഹനില: മിഥുന രാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും മകരത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും രാഹു കുംഭത്തിലും ശനി മീനത്തിലുമാണ്. പിന്നെ ഫെബ്രുവരി 4 ബുധൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 7 ശുക്രൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്കും സംക്രമിക്കപ്പെടും. ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മിഥുനൻ രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ മിഥുന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഈ മാസം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിനുള്ള യോഗം കാണുന്നുണ്ട്. കർമ്മപരമായിട്ടുള്ള ഉയർച്ചകൾക്കായി പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായിട്ടൊക്കെ വരും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്യുമെൻ്റൊക്കെ നല്ലവണ്ണം പരിശോധിച്ച ശേഷം മാത്രമേ ഒപ്പുവെക്കാവൂ. ആരോഗ്യപരമായി അത്ര അനുകൂലമല്ല. ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ബിസിനസ് മേഖലയിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ലവണ്ണം ചിന്തിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിക്കുകയും തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. അല്ലെങ്കിൽ ധനനഷ്ടവും മനോവിഷമങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായിട്ടുള്ള ഉയർച്ചയോടൊപ്പം തന്നെ ജോലിയിൽ അധ്വാന കൂടുതലും അതേപോലെ മേലധികാരികളുടെ അപ്രീതിയും ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും. ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ടും വരും. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാകും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം അഡ്മിഷൻ ലഭിക്കും. വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നവർക്ക് മാസത്തിൻ്റെ ആരംഭത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും മാസമധ്യത്തിന് ശേഷം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ബന്ധമൊക്കെ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള ഇടയുണ്ട്. വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ സമാധാനപരമായി മുന്നോട്ട് പോകാനാകും. ശത്രുശല്യം വർദ്ധിക്കും. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല. ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അയൽക്കാരുമായി അകൽച്ച ഉണ്ടാകും. പുതിയ പരിശ്രമങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയും. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ കഴിയും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല. കാൽപാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സമയം അനുകൂലം തന്നെയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ്. അച്ഛൻ്റെ കുടുംബക്കാരുമായി ശത്രുത ഉണ്ടാകും. കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചകൾ ഉണ്ടാകും. എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും ഉന്മേഷക്കുറവും അലട്ടിക്കൊണ്ടിരിക്കും. ദോഷപരിഹാരമായി ഓം നമഃശിവായ മന്ത്രം മുടങ്ങാതെ ജപിക്കുക. ശിവക്ഷേത്ര ദർശനവും ശിവപ്രീതികരങ്ങളായ കാര്യങ്ങളും ദോഷത്തിനൊക്കെ ശമനമുണ്ടാക്കുന്നതാണ്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച്
തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.